ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചേന പറിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ദേ തൂമ്പയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് ഇറങ്ങിക്കാണ്. നല്ല മഴയുണ്ട് ഇവിടെ, ഏതേ കണ്ടില്ലേ, നല്ല മഴയുണ്ട്. ഇപ്പോൾ പറമ്പിലേക്ക് പോവാണേ ഗൈസ്. അപ്പോൾ നമ്മൾ ചേന പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ചെറിയ ചേനയെന്ന് തോന്നണു. പിന്നെ ഇവിടെ നല്ല മഴയാണ്, അതാണ് വീഡിയോക്ക് എത്ര ക്ലാരിറ്റി കിട്ടാത്തത് കേട്ടോ. ആവശ്യത്തിനുള്ള ഒരു ചെറിയ ചേനയൊക്കെ ഞാനൊന്ന് കഴുകിയിരിക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുകയാണ്, ചേർത്ത് കഴുകണം. പിന്നെ അതിൻ്റെ ആ നാരൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം. അത്രയേ ഉള്ളൂ പരിപാടി. ഗൈസിനടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ ചേനയെ മുറിക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ ചേന കഷ്ടപ്പെട്ട് മുറിക്കുകയാണ്. അങ്ങനെ കത്തി ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ചേന നമുക്ക് തൽക്കാലം ഇങ്ങനെ നിലത്തിട്ട് 2 കൊട്ടൊക്കെ കൊടുക്കാം. എങ്ങനെ കാണിച്ചാൽ മതി. അങ്ങനെ ചേന കഷ്ണിച്ച് കഴിഞ്ഞു. ഇപ്പോൾ നമുക്കതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തി മര്യാദയ്ക്കൊന്ന് ആക്കണം. ഇപ്പോൾ അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളൊക്കെ ആക്കി മുറിച്ചു. നമ്മുടെ ചേനയൊക്കെ മുറിച്ച് ഞാൻ കഷ്ണിച്ച് അങ്ങനെ പാത്രത്തിലൊക്കെ തിളയ്ക്കാനായിട്ട് വെച്ചു. ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഉള്ളിയാണ്, പിന്നെ ഇത് തേങ്ങയാണ്, ഈ കാണുന്ന പച്ചമുളകാണ്. ഇത്രയും പച്ചമുളകൊന്നും വേണ്ട കേട്ടോ, ഒരു 10-15 പച്ചമുളകൊക്കെ മതിയാവുമേ. ഇത് ഞാൻ ചമ്മന്തി അരിക്കാനായിട്ട് എടുത്തേക്കാണ്. അപ്പോൾ ഇതിലേക്ക് നാളികേരത്തിന് ഇട്ട് കൊടുത്തു. ഇതിൽ കുറച്ച് ചുവന്നുള്ളി ഒക്കെ ഇട്ടു. ഇതിൽ കുറച്ച് പച്ചമുളക്, ഇത്രയൊക്കെ മതിയാവും. നമ്മുടെ ചേനപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ അതിനായിട്ട് നമ്മുടെ വീട്ടിൽ ഇന്നലെ ഉണ്ടാക്കിയ മീനച്ചാറാണ്. മീനച്ചാറുണ്ട്, പിന്നെ ഒരു ചെറിയ ചമ്മന്തി. ഞാൻ എൻ്റെ വീഡിയോ നിങ്ങളെ കാണിച്ചതാണല്ലോ. അപ്പോൾ ഇതെങ്ങനെ കഴിക്കുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഇതിങ്ങനെ ചമ്മന്തിയൊക്കെ മുറുക്കിയിട്ട് ഇതിങ്ങനെ മീനച്ചാറിൽ കൂട്ടിയിട്ട് എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിങ്ങ് സൂപ്പറാണ് ഗൈസ്, അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ.